പ്രിയ സ്നേഹിതരെ, പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സാധിക്കുന്നില്ലെങ്കിൽ പോലും കുറേയേറെ പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി താമസിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ മിക്കപ്പോഴും പട്ടാള ക്യാമ്പിന് സമീപ പ്രദേശങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കും അങ്ങനെ ഒരു പട്ടാള ക്യാമ്പിനടുത്ത് താമസിക്കുവാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് അവിടെ വന്നു പോകുന്ന ഹെലികോപ്റ്ററുകൾ മിക്കപ്പോഴും കാണാൻ എൻ്റെ ചെറിയ പ്രായത്തിലെ കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്നതും പോകുന്നതും, അതിൻ്റെ ശബ്ദം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ പങ്ക കറങ്ങുന്നത്, അതിൽ മിന്നുന്ന ചുമന്ന ലൈറ്റുകൾ, ഇതൊക്കെ വളരെ ഹരമായി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. വളരെ വിസ്മയത്തോടെ, അതിശയത്തോടെ, താല്പര്യത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോൾ വേറൊരിടത്ത് താമസിക്കുമ്പോൾ വിമാനങ്ങൾ പറന്നു പോകുന്നത് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലെ മിക്ക കുട്ടികളും ചിന്തിച്ചിരുന്നത് ഞങ്ങൾക്കും വിമാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം. ഒന്നീ വിമാനം പറപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ വിമാനം റിപ്പയർ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ വിമാനവുമായി ബന്ധപ്പെട്ട എയർപോർട്ടിലോ എയർഫോഴ്സിലോ ഒക്കെ ജോലി ചെയ്യണം എന്ന് പല വിദ്യാർത്ഥികളും ആ പ്രായത്തിൽ എൻ്റെ ക്ലാസ്സിലുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളിൽ പലർക്കും സാധിച്ചില്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും എയർഫോഴ്സുമായി ബന്ധപ്പെട്ടും എയർപോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ചില താല്പര്യങ്ങൾ, അത് ഉള്ളിൽ ഉള്ളത് കണ്ടുപിടിച്ച് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഉന്നത നിലവാരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ചെറിയ പ്രായം മുതലേ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ അധ്യാപകര്, നമ്മുടെ കൂടെ മുതിർന്നവര്, ഇങ്ങനെയുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള സഹായവും പ്രോത്സാഹനവും കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള കഴിവും അവരുടെ താല്പര്യം കൂടെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് വളർന്നു വരികയുള്ളൂ. ആ കഴിവ് വളർന്നു വന്നെങ്കിൽ മാത്രമേ അത് ഉന്നത നിലവാരമുള്ള, പ്രത്യേകതയുള്ള, വളരെ വിശിഷ്ടമായ ഉന്നത രീതിയിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ കിട്ടുന്നതാണ് നമ്മുടെ ഭാവിയിൽ പ്രയോജനകരമായി തീരുന്നത്. എന്നാൽ നമ്മളിൽ പലരും പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്നോ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നോ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രത്യേക പ്രോത്സാഹനം കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വലിയ രീതിയിലാകാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാപിതാക്കളുടെ ശിക്ഷണം, നല്ല ഉപദേശങ്ങൾ, നല്ല സ്കൂളിൽ പഠിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു, നല്ല പ്രോത്സാഹനം മുതിർന്നവരിൽ ലഭിച്ചത് കൊണ്ട് പല കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അറിയാനൊക്കെ സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ രീതിയിലേക്ക് നയിക്കും. അനുകൂലമായ, നല്ല നിലവാരമുള്ള, നല്ല ഗുണപാഠങ്ങളുള്ള സാഹചര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ നമ്മൾ പരിശ്രമിക്കണം. അധ്യാപകരും മാതാപിതാക്കളും ശ്രമിക്കണം. ഇനി കുഞ്ഞുങ്ങൾ അനുകൂല സാഹചര്യം ലഭിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കണം. ചില കുഞ്ഞുങ്ങൾ എല്ലാ സൗകര്യങ്ങളുണ്ട്, പണത്തിന് പണമുണ്ട്, ആരോഗ്യത്തിന് ആരോഗ്യമുണ്ട്, നല്ല മാതാപിതാക്കൾ, നല്ല സ്കൂള് ഒക്കെ ഉണ്ടെങ്കിലും വഴിതെറ്റിപ്പോകുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. വളരെ ദുഃഖത്തോടെ മാതാപിതാക്കളും മുതിർന്നവരും അധ്യാപകരൊക്കെ നോക്കിക്കാണാറുണ്ട് ചില കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, എത്ര വഴിതെറ്റിപ്പോയാലും, എത്ര മോശമായ രീതിയിൽ ജീവിച്ചാലും ദൈവം നമ്മളെ എല്ലാവരെയും കാണുന്നത് കൊണ്ട് ദൈവം വിളിക്കുകയാണ്. ദൈവത്തിനടുക്കിലേക്ക് വരാമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാനുള്ള ഭാഗ്യം ലഭിച്ചാൽ, ദൈവത്തിൽ നിന്നുള്ള ഒരു ശക്തി നമുക്ക് ലഭിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാലും മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ വളർന്നു വരണം, എൻ്റെ കുഞ്ഞ് നല്ലൊരു ഭാവി ഉണ്ടാകണം, നല്ലൊരു പൗരനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവന് സാധിക്കണം എന്നുള്ളതായിരിക്കട്ടെ നമുക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥന. ദൈവം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് ഒന്നാമത്
അംഗീകരിക്കണം. ദൈവമുണ്ടെന്ന് അംഗീകരിച്ചാൽ ആ ദൈവം ജീവനുള്ള ദൈവമാണെന്നും അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ആ ജീവനുള്ള ദൈവം കേൾക്കുന്നുവെന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കട്ടെ. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ.